നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് പലതും പറയാൻ കഴിയും. ഞാൻ ഉൾക്കൊണ്ടത് പലതും മുഴുവനായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ ആ വിഷയം തന്നെ ഒരു ഒഴുക്കിലെന്ന പോലെ പറഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ പറയാതെയും പോകും. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുവാനായി പറയുന്നത്. ഇവിടെ ഞാൻ പറയാതെ പോയതായാലും നിങ്ങൾക്ക് ഓർക്കിഡുകൾ പറ്റി ഏത് വിഷയങ്ങളെപ്പറ്റി ചോദിക്കാവുന്നതാണ്. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ചോദിക്കാനുള്ളവ അടുത്ത വിഷയം പറഞ്ഞതിന് ശേഷവും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. രോഗങ്ങളും പ്രതിവിധിയും. രോഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? ഓർക്കിഡുകൾ ജന്മം കൊണ്ടത് മരത്തിലാണ്. അതുകൊണ്ട് മരത്തിൽ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഓർക്കിഡുകളെ ബാധിക്കും. പ്രധാനമായും ആരോഗ്യക്കുറവ് തന്നെയാണ് രോഗകാരണമാകുന്നത്. പോഷകമൂലങ്ങളുടെ കൊണ്ടും രോഗങ്ങൾ ചെടികളെ ബാധിക്കും. രോഗങ്ങളുടെ പേരുകൾ പറയാം. ബ്ലാസ്റ്റ്, ബ്ലൈറ്റ്സ്, സിക്കാട്ടാക്കോ, ഫൈറ്റോത്തോറ, പിത്തിയം, ആന്ത്രക്നോസ്, ഡൗണി മിൽഡ്യൂ, പൗഡറി മിൽഡ്യൂ, റോഡ്സ്, കിക്ക് വെൽറ്റു ഇത്രയും രോഗങ്ങൾ ഓർക്കിഡുകളെ ബാധിക്കുന്നുണ്ട്. ആദ്യത്തേത് ബ്ലാസ്റ്റ്. ഇതൊരു അഴുകൽ രോഗമാണ്. ഫെലനോസിസുകളെയാണ് ഇവ അധികം ബാധിക്കുന്നത്. ജൂൺ മാസം പകുതിക്ക് ശേഷം ഇവിടെ ആക്രമണം ആരംഭിക്കുന്നു. ഫെലനോപ്സിസിൻ്റെ ഇലകളിലും കൂമ്പുകളിലും ഒരു പുള്ളിയാണ് ആദ്യം കാണുക. അടുത്ത ദിവസം തന്നെ അതൊരു വലുതായി അഴുകി നിൽക്കുന്നത് കാണാം. ഇത് ഒരു ബാക്ടീരിയ തകരാറാണ്. ശ്രദ്ധിക്കുക. ഉടൻ തന്നെ മരുന്ന് പ്രയോഗിച്ചില്ല എങ്കിൽ അത് പ്രശ്നമാകുന്നതാണ്. അമിസ്റ്റാർ എന്നാണ് മരുന്നിൻ്റെ പേര്. അസോസ്കിസ്ട്രോബിനും ഡൈഫൻ കോണസോളുമാണ് ഇതിൻ്റെ മോളിക്യൂളുകൾ. ഇത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്ത് നന്നായി സ്പ്രേ ചെയ്ത് 4 ദിവസത്തിലൊരിക്കൽ വീണ്ടും ഇതാവർത്തിക്കുക. ഇങ്ങനെ 4 തവണ കൊടുക്കേണ്ടി വരും. രോഗം മാറിയാലും തണവടിച്ചാൽ വീണ്ടും ഈ രോഗം വരും. അപ്പോൾ ഇതേപടി വീണ്ടും പ്രയോഗിക്കുക. ഈ സമയത്ത് നന കുറയ്ക്കുക. ഒക്ടോബർ വരെ ഈ രോഗം അലട്ടിക്കൊണ്ടിരിക്കും. ആൻറ്റിബയോട്ടിക് പല പേരിലും ലഭിക്കുന്നതാണ്. ടാഗമൈസിൻ, കേസൈക്ലിൻ, സ്ട്രെപ്റ്റോമൈസിൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം സൂക്ഷിച്ചു വയ്ക്കുക. ഇനി പറയുന്നത് ബ്ലൈറ്റ്സിനെ പറ്റിയാണ്. ഇത് ഓർക്കിഡിൻ്റെ ഇലയുടെ ഒരു അരുകിലൂടെ മാത്രം മഞ്ഞ നിറം കാണുന്നതായിട്ട് കാണും. പിന്നീട് ഇവ പരന്ന് ഇലയുടെ പകുതിയോളം നീളത്തിലാണ് ഇത് പരക്കുന്നത്. ഇലയുടെ അടിഭാഗത്ത് ചെറു സ്പോട്ടുകളും തുരുമ്പ് പിടിച്ചതുപോലെയും കാണാം. ശ്രദ്ധിക്കുക. രോഗം ബാധിച്ച് 3-4 മാസം കഴിഞ്ഞ അവസ്ഥയാണിത്. വൈകിയാൽ ആ ഭാഗം കൂടുതൽ പഴുക്കുകയും തണ്ടിൽ നിന്ന് പഴുത്ത ഭാഗം വേർപെട്ട് നിൽക്കുന്നതും കാണാം. അടുത്ത ഇലകളിലേക്ക് ഇത് പടരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഇല പിഴുത് കളഞ്ഞ് കോണ്ടാഫ് എന്ന മരുന്ന് ഉപയോഗിക്കുക. ഇതിൻ്റെ മോളിക്യൂൾ ഹെക്സാകോണസോളാണ്. ഇത് കിട്ടിയില്ല എങ്കിൽ ടിൽറ്റ്, അതിൻ്റെ മോളിക്യൂൾ പ്രോപ്പിക്കോണസോൾ. ഇതിലേതെങ്കിലും ഒരു മരുന്ന് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 1-2 പ്രാവശ്യം ആഴ്ചയിൽ 1 തവണ വീതം കൊടുക്കുക. ഇനി സിക്കാട്ടാക്ക എന്ന രോഗം. ഇത് കരിച്ചൽ രോഗമാണ്. കവച എന്നാണ് ഈ മരുന്ന്. ഈ സിക്കാട്ടാക്കോ രോഗത്തിന് കവച എന്ന മരുന്നാണ് പ്രയോഗിക്കേണ്ടത്. ഇതിൻ്റെ മോളിക്യൂൾ ക്ലോറോതലോനിൽ 75% വീര്യം. 2 ഗ്രാം 1 ലിറ്റർ ആഴ്ചയിൽ 1 തവണ ഇങ്ങനെ 2 ആഴ്ച കൊടുത്താൽ ഇതിൻ്റെ ഈ രോഗം മാറുന്നതാണ്. ഇതിൽ ഇലപ്പുള്ളിയും വരാതെ നോക്കാം. ഫൈറ്റോത്തോറ.
ഇതൊരു രോഗമാണ്. ഇത് വേര് ചെയ്യുന്ന ഒരു രോഗമാണ്. വെള്ളക്കൂടുതൽ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നനയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ചട്ടിയിൽ നനവുണ്ട് എങ്കിൽ നനയ്ക്കാതിരിക്കുക. സാഫ് ഇൻഡോഫിൽ ഏതെങ്കിലും 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് തെളിച്ചു കൊടുക്കുക. മാസത്തിൽ 2 തവണ. അടുത്തത് പിത്തിയം. ഇല മഞ്ഞയ്ക്കുകയാണ് ലക്ഷണം. ഇതിന് പല കാരണങ്ങളുമുണ്ട്. നൈട്രജൻ്റെ കുറവ് കൊണ്ടും മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും സിങ്കിൻ്റെ കുറവ് കൊണ്ടും ഇത് സംഭവിക്കുന്നതാണ്. സാഫ് ഇൻഡോഫിൽ മുതലായവ തുറന്നുണ്ടെങ്കിലും അതിൽ മുഴുവനും അത്രയും അങ്ങോട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഈ കോണ്ടാഫോ ടിൽറ്റോ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. 2 ml 1 ലിറ്റർ മാസത്തിൽ 2 തവണ കൊടുക്കുക. ഇനി പൗഡറി മിൽഡ്യൂ. ഇത് ഇലകളിൽ കാണുന്ന ഒരു രോഗമാണ്. ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും പൗഡർ തൂവിയ പോലെ അല്ലെങ്കിൽ വെണ്ണീർ തൂവിയ പോലെ കാണുന്നതാണ്. ഈ രോഗം ആരോഗ്യക്കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അമിസ്റ്റാർ എന്ന മരുന്നിൽ ഈ രോഗം മാറുന്നതാണ്. അടുത്തത് ഡൗണി മിൽഡ്യൂ. ഇത് ഇല കൊഴിച്ചൽ രോഗമാണ്. ഓർക്കിഡുകളുടെ സാവധാനം കൊല്ലുകയാണിത് ചെയ്യുന്നത്. ഇല പഴുത്ത് കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. തുടക്കത്തിലെ മരുന്ന് പ്രയോഗിച്ചാൽ ചെടികളെ രക്ഷപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം പറഞ്ഞ അമിസ്റ്റാർ തന്നെയാണ് ഇതിൻ്റെ മരുന്ന്. 1 ml 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ 4 ദിവസത്തിൽ 1 പ്രാവശ്യം ഇങ്ങനെ 2-3 തവണ കൊടുക്കുക. മരുന്ന് കൊടുത്ത് പഴുത്ത ഇലകൾ തന്നെ കൊഴിഞ്ഞു പോകും. ഒറ്റപ്പെട്ട് എവിടെയോ 1-2 ഇലകൾ കണ്ടാൽ വീണ്ടും ഒന്നും കൂടി കൊടുക്കുക. ഇനി റോഡ്സ് എന്ന രോഗം. ഇലപ്പുള്ളി ആണ് കാണുക. റോഡ്സ് ഇലപ്പുള്ളിയാണ്. ആദ്യം പറഞ്ഞ മരുന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി, രോഗം മാറുന്നതാണ്. കിക്ക്വെൽറ്റ് അതായത് ഇലവാട്ടം. ഫെലനോപ്സിസിലും വാൻഡയിലും മുക്കാറയിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രതിരോധിക്കാൻ അമിനോ ആസിഡും കാൽസ്യവും പൊട്ടാസ്യവും ചേർന്ന ഒരു വളമുണ്ട്. ക്യൂൻറ്റീസ് എന്നാണ് അതിൻ്റെ പേര്. ബയോസ്റ്റിമുലൻ്റ്. ഇത് 1 ml 1 ലിറ്റർ വെള്ളം എടുത്ത് 1 നുള്ള ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുത്താൽ രോഗം മാറുന്നതാണ്. 2-3 തവണ കൊടുക്കുക. ഏത് മരുന്ന് പ്രയോഗിക്കുമ്പോഴും ചെടികളുടെ ഇലയിലോ പാടോ നരിപ്പോ മഞ്ഞളിപ്പോ മാറുന്നതല്ല. നിലവിലുള്ളത് അതേപടി നിൽക്കും. അടുത്ത ഇല അത് ഇലയിൽ വരാതെ നോക്കാം. കീടങ്ങളുടെ ആക്രമണവും മറ്റുമാണ് ഷഡ്പദങ്ങളും ചെടികളിൽ ആക്രമിക്കുന്നതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഷഡ്പദങ്ങളും വണ്ടുകളും ഉറുമ്പുകളും റെഡ് മൈസ്, മീലിബഗ്, എലി മുതലായവയാണ് കൂടെ ആക്രമിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഓർക്കിഡുകളിൽ പല ഷഡ്പദങ്ങളും വന്ന് താമസമാക്കുന്നുണ്ട്. ഇവർ ഇവിടെ താമസിച്ച് മുട്ടയിട്ട് ധാരാളം മുട്ടകൾ വിരിഞ്ഞ് ലാർവ പൂപ്പയൊക്കെയായി മാറുന്നു. ഈ സമയത്ത് അവിടെ തന്നെ ഇരുന്ന് കൂമ്പിലെ നീരൂറ്റി കുടിച്ച് അവിടെ ക്ഷതമുണ്ടാക്കുന്നു. കൂമ്പിലെ ക്ഷതമുള്ള ഇടത്ത് നനയ്ക്കുമ്പോൾ അല്പനേരം വെള്ളം തങ്ങി നിൽക്കുന്നു. ഇത് കൂമ്പ് ചീച്ചലിന് ഒരു കാരണമാകുന്നുണ്ട്. ഈ സമയത്ത് കൂമ്പിൻ്റെ അടിയിൽ ചീയൽ തുടങ്ങിയാൽ പുറത്തേക്ക് വന്ന ഭാഗം നിറം മാറി കാണുന്നത് ഒരു ഉണങ്ങിയ നിറമായിരിക്കും കാണുക. തക്ക സമയത്ത് മരുന്ന് കൊടുക്കുക. എങ്കിൽ ചീച്ചൽ രോഗം താഴത്തേക്ക് ഇറങ്ങാതെ നോക്കാം. കോപ്പർ സൾഫേറ്റ് ആൻഡ് പെൻറ്റാഹൈഡ്രേറ്റ് ചേർന്ന മരുന്നാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. മാസ്റ്റർ കോപ്പ് എന്നാണ്
ഈ മരുന്നിൻ്റെ പേര്. 2 ml 1 ലിറ്റർ വെള്ളത്തിൽ 15 ദിവസത്തിൽ ഒരു തവണ 2-3 തവണ പ്രയോഗിക്കാവുന്നതാണ്. പുതിയ കൂമ്പ് എന്നാലേ പുതിയ കൂമ്പ് വരുള്ളൂ. വൈകിയാൽ ആ തണ്ട് കേടായി അടി വരെ കേടായി പോകും. ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കീടനാശിനി 1.5 ml ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ചെടിക്ക് കുല വരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ കുല പുറത്തു വന്നാലും കുല കാണുമ്പോൾ ഇതിന് ഒരു തകരാറും കാണുകയില്ല, പക്ഷേ മുട്ടി വിരിയുകയില്ല. 2-3 തരത്തിൽ കീടങ്ങൾ, പുഴുക്കൾ ആക്രമിക്കുന്നുണ്ട്. പരിഹാരമായി പലരും ട്രംപ്, ജമ്പ്, റുപ്പി എന്ന മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് 40% മാത്രമേ ഉപകരിക്കുകയുള്ളൂ. പൂർണ്ണമായും മാറണമെങ്കിൽ വേറെ 3 തരത്തിൽ മരുന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒബ്രോൺ, കാപ് കാഡീസ്, കിട്ടാക്കാട്ട എന്നീ 3 മരുന്നുകളിൽ 1.5 ml ഒബ്രോണും അതിൽ 1 ഗ്രാം കാപ് കാഡീസും 1 ഗ്രാം കിട്ടാക്കാട്ടയും ചേർത്ത് 15 ദിവസത്തിൽ ഒരു തവണ എന്ന തോതിൽ കൊടുക്കുക. പൂർണ്ണമായും കൊല കരിച്ചൽ മാറുന്നതാണ്. പൂവ് വരാറായ ചെടികളുടെ ഒരു ഭാഗത്തേക്ക് മാറ്റി അതിൻ്റെ മേൽഭാഗത്ത് കൂടി ഈ മരുന്ന് പ്രയോഗിക്കുക. ആദ്യത്തെ 2 തവണ ചെടികളുടെ അടിഭാഗത്തും പരിസര ഭാഗത്തും അടിക്കേണ്ടതാണ്. ഇവയുടെ മുട്ടകൾ വീണ് വിരിയാതിരിക്കാൻ വേണ്ടിയാണിത്. അടുത്തത് റെഡ് സ്പൈഡർ. ഇത് ചെടിയിലിരുന്ന് വേരുകളിൽ നീരൂറ്റി കുടിക്കുകയും ചെടിയുടെ മേൽഭാഗത്ത് വല വയ്ക്കുകയും ചെയ്യും. ടക്കാൾ, ഇമിഡാൻ, മേജിക് ഇവയിലേതെങ്കിലും ഒരു മരുന്ന് മേടിക്കുക. ഇമീഡാക്ലോപ്രിഡ് എന്നാണ് ഇതിൻ്റെ മോളിക്യൂൾ. 1 ഗ്രാം അല്ലെങ്കിൽ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. 1-2 തവണ കൊടുത്താൽ മതിയാകും. ഇതിൽ മീലിബഗും നശിച്ചു പോകും. നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും നശിക്കുന്നതാണ്. ഇനി എലികളെ പറ്റിയാണ് പറയുന്നത്. തീരെ പ്രതീക്ഷിക്കാതെയാണ് എലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പൂങ്കുല പുറത്തു വരുമ്പോൾ അതിനെ മുറിച്ചിടും. കൂടാതെ പുതിയ സൂട്ട് വരുന്നതിന് മുറിച്ചിടും. എലിപ്പെട്ടി വെച്ച് പിടിക്കുകയാണ് നല്ലത്. 4-5 എലികൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് എലിപ്പെട്ടിയിൽ എലി വെട്ടാലും അടുത്ത ദിവസം വീണ്ടും പെട്ടി അവിടെ വയ്ക്കുക. അങ്ങനെ എലി കിട്ടാതെ അവസരം വരുന്നവരെ പെട്ടി വയ്ക്കുക. ഒച്ചിൻ്റെ ആക്രമണത്തെ പറ്റി പറയുന്നത്. രാത്രി കാലങ്ങളിലാണ് ഒച്ച് ഏറ്റവും ആക്രമിക്കുന്നത്. ഈ ചെടിയുടെ ഏറ്റവും മുകളിൽ കയറിയിരിക്കും. ഉപ്പാണ് ഇവയുടെ ശത്രു. ടോർച്ചടിച്ച് കണ്ടുപിടിക്കുക. എങ്ങനെയെങ്കിലും ഇവയെ താഴെ തട്ടിയിട്ട് ഉപ്പ് വിതറി കൊടുക്കുകയാണ് ഉത്തമം. ഇവ അതിൽ നശിച്ചു പോകുന്നതാണ്. കൂടാതെ സ്നെയിൽ കിൽ പല്ലറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. 1 പല്ലറ്റ് ഒരു ചട്ടിയിൽ വെച്ചാൽ മതി. ഒച്ച് ആ ഭാഗത്തു കൂടെ വരില്ല. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളെ എല്ലാം പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല രോഗങ്ങളും ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന് തന്നെ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മരുന്നുകളെ പറ്റി ഒന്നുകൂടി പറയാം. അമിസ്റ്റാർ എന്ന മരുന്ന്. ഇത് അഴുകൽ രോഗം, ഇല പഴുത്ത് കൊഴിഞ്ഞു പോകുന്നതും, പൗഡറി മിൽഡ്യൂ, മഞ്ഞ നിറത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള ഇലപ്പുള്ളികളും ഇതിൽ മാറുന്നതാണ്. ഇനി ടക്കാൾ എന്ന മരുന്നും ഇമിഡാൻ എന്നതും മേജിക് എന്ന് പറഞ്ഞതും ഒരു മോളിക്കൂൾ തന്നെയാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മീലിബഗ്, മണ്ടരി, ചട്ടിയിൽ വല വയ്ക്കുന്ന ചുവന്ന 8 കാരികൾ, നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും നശിക്കുന്നതാണ്. 1 ഗ്രാമോ, ടക്കാളാണെങ്കിൽ 1 ഗ്രാമോ, മറ്റേതാണെങ്കിൽ 1 ml വീതം എടുത്ത് ആഴ്ചയിൽ 1 തവണ വീതം 1-2 തവണ കൊടുത്താൽ മതിയാവും.
ഒരു മരുന്ന് കൂടി പറയാം. പെഗാസസ്, മണ്ടരി, ഇലപ്പേൻ, പച്ചത്തുള്ളൻ, വെള്ളിച്ച മുതലായവയ്ക്ക് 1 ഗ്രാം മതി 1 ലിറ്ററിലേക്ക്. ആഴ്ചയിൽ 1 or 2 തവണ കൊടുത്താൽ ഈ രോഗം മാറാവുന്നതാണ്. അടുത്തതായി ചോദ്യോത്തരവേളയാണ്. മെച്യൂർഡ് ആയ പ്ലാന്റ് പുതിയ വേരോ തൈകളോ വരാതെ നശിച്ചു പോകുന്നു. എന്നാൽ താഴെ കേടായ സ്റ്റെമ്മിൻ്റെ മുകളറ്റത്ത് പുതിയ തൈകൾ പൊട്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? റീപോർട്ട് ചെയ്യണമോ? ഓർക്കിഡ് ഒരെണ്ണം വളരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ ചെടി അടിയിൽ വേര് മുഴുവൻ ചീഞ്ഞു പോയി. അതുകൊണ്ട് ആണ് അടിയിൽ നിന്ന് പുതിയ വേര് പൊട്ടാത്തതും മുളകൾ വരാത്തതും. ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് വീണ്ടും മുള പൊട്ടുന്നത്. അതുകൊണ്ടാണ് വേര് പൊട്ടുന്ന ഒരു അറ്റത്തേക്ക് പോയത്. നിങ്ങളാ ചെടിയിൽ ഒന്നും ചെയ്യണ്ട, വെറുതെ താഴ്ത്തിട്ടാൽ മതി. താഴ്ത്തിട്ടിട്ട് തണലുള്ള ഭാഗത്തിടുക. തണലുള്ള ഭാഗത്തിട്ടിട്ട് നനയ്ക്കുക. നനയ്ക്കുമ്പോൾ അതിന് നനയ്ക്കുക, വളം ചെയ്യുമ്പോൾ അതിന് വളം ചെയ്തോളൂ. അപ്പോൾ ഈ തൈകളൊക്കെ വലുതാവും. ഇനി തൈകളില്ലാത്ത ചെടിക്കും അങ്ങനെ ചെയ്യാം. കേടായ സ്റ്റമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇല കൊഴിഞ്ഞ സ്റ്റമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ താഴ്ത്തിട്ടാൽ മതി. ഇങ്ങനെ നനയ്ക്കുക. അതൊക്കെയാണെങ്കിൽ 2-3 മാസം കൊണ്ടൊക്കെ പൊടിക്കുള്ളൂ. നിങ്ങളുടെ ഈ ചെടി വീണ്ടും പൊടിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ പൊടിച്ച് വേര് വലുതാകുമ്പോൾ അതിനെ മുറിച്ച് മാറ്റി റീപ്ലാന്റ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റിൻ്റെ കൂമ്പില വിടർന്നു വരാതെ ഒട്ടിപ്പിടിച്ച് വളരുന്നു. കാരണവും പ്രതിവിധിയും പറഞ്ഞു തരാമോ? അപൂർവമായി അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ കൂമ്പല തള്ളി പറത്ത് വരുമ്പോൾ ഈ ഒട്ടിപ്പിടിച്ചു പോകുന്നതുകൊണ്ട് എത്രയും തള്ളി പറത്തി വരാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ഓപ്പറേഷൻ അവിടെ നടത്തേണ്ടി വരും. അത് കഴിയുന്നതും കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ അതിനെ ഒട്ടിപ്പിടിച്ച ഭാഗം അത് നീക്കം ചെയ്യണം. എന്നാലും അടുത്ത് കൂമ്പ് വരുള്ളൂ. അത് ബോറോണിൻ്റെ കുറവാണ്. ബോറോണിൻ്റെ കൃത്യമായ അളവിൽ ബോറോൺ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളം ചെയ്യുമ്പോൾ ബോറോൺ ചേർത്ത് കൊടുക്കുക. ഒരു 1 ml 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന തോതിൽ മാസത്തിൽ 2 തവണ കൊടുക്കുക. ബോറോൺ 2 തരത്തിലുണ്ട്. പൗഡറും കിട്ടും, ലിക്വിഡും കിട്ടും. പൗഡർ ഉപയോഗിക്കരുത്. പൗഡർ മണ്ണിലൊക്കെ കൊടുക്കാനുള്ളതാണ്. ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി. ബോറോൺ കൊടുത്താൽ ഇത് സംഭവിക്കില്ല. അങ്ങനെ ചെയ്തോളൂ. വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ കൂമ്പിൽ വീണ് കൂമ്പ് ചീഞ്ഞു പോകുമോ? നനയ്ക്കുമ്പോൾ വെള്ളം പലയിടത്തും തട്ടും, കൂമ്പിലും തട്ടും, എല്ലായിടത്തും തട്ടും. അത് നനയ്ക്കുമ്പോഴും പറ്റും, ഈ വളം കൊടുക്കുമ്പോഴൊക്കെ തട്ടും. അതുകൊണ്ട് വളം എവിടെ തട്ടിയാലും എന്താണ്, ആ ചീച്ചിൽ വരുന്നൊരു രോഗമാണ്. അതിന് മരുന്ന് കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് വളങ്ങൾ കൊടുക്കുമ്പോൾ വളത്തിലൂടെ ചീച്ചിൽ വരില്ല. നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത ചോദ്യം ചോദിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് സാഫിൽ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത ഭാഗത്ത് പുരട്ടാമോ? സാഫ് പരട്ടും. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് ഇപ്പോൾ ആ ഭാഗത്ത് തട്ടിയോണ്ട് കുഴപ്പമില്ല. മുരുവായിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് തട്ടിയോണ്ട് ആവുന്നില്ല. പക്ഷേ സാഫ് പരട്ടുന്നതിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കണ്ട. അത്ര തന്നെ. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ചിലവർ മുരുവായിൽ പറ്റാറൊക്കെ ഉണ്ട്. മുരുവായിൽ പറ്റുന്നത് വലിയ ദോഷമൊന്നുമില്ല. ചിലർ മെഴുകുതിരി വയ്ക്കാറുണ്ട്. മെഴുകുതിരി ഉരുക്കി വയ്ക്കാറുണ്ട് മുരുവായിൽ. സാഫ് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. മുട്ടുകൾ കുരടിച്ചു പോകുന്നു. മുട്ടുകൾ കുരടിച്ചു പോവുക, അധികം പൂർണ്ണമായി വിരിയാതെ പോവുക, ഇതൊക്കെ സംഭവിക്കുന്ന ബോറോണിൻ്റെ കുറവാണ്. ബോറോൺ പറഞ്ഞല്ലോ, കൃത്യമായ അളവിൽ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ ആ അളവിലെടുത്തിട്ട് മാസത്തിൽ 2 തവണ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അത്ര തന്നെ. ഓർക്കിഡ് ചെടിയിൽ തൈകൾ വളരുന്നു. അത് ഈ പ്ലാന്റുകൾ കൂടുതൽ തൈ മുകളിൽ ഇങ്ങനെയൊക്കെ കാണുന്നത് ഇതിൻ്റെ 19 നമ്മൾ കൊടുക്കുമ്പോൾ തൈ ഇപ്പോൾ പൂവിന് വേണ്ടിയിട്ട് പൂ വരാൻ വേണ്ടി തിരി നീട്ടുമല്ലോ, ആ തിരി നീട്ടുന്നത് തൈയായി മാറുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഒന്നുമില്ല, ഈ നൈട്രജൻ്റെ അളവ് കൂടിയിട്ടാണ്. അപ്പോൾ നൈട്രജൻ ഈ പ്ലാന്റ് മെച്യൂർ ആകുമ്പോൾ നൈട്രജൻ്റെ അളവൊന്ന് കുറയ്ക്കുക. എന്നിട്ട് ഫോസ്ഫറസും പൊട്ടാസും കൂട്ടിയിട്ട് കൊടുക്കുക വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൂവിന് വേണ്ടി തിരി നീട്ടുന്നത് പൂ തന്നെയായി മാറും, തയ്യായി മാറില്ല. കൂടാതെ ചില ചെടികൾക്ക് തൈകൾ പൊട്ടാറൊക്കെ ഉണ്ട്. അത് ആ ചെടിയിൽ മാത്രം പ്രത്യേകത തന്നെ, എല്ലാ ചെടികൾക്കും ബാധിക്കുന്നില്ല. ചില ചെടികൾക്ക് തൈകൾ പൊട്ടുന്നുണ്ട്.
അത് ഓർക്കിഡ് ചില ചെടികൾക്ക് മാത്രം ഉണ്ടാവുന്ന ചില കാര്യമാണ്. ചെടികളിൽ കിക്കീസ് കൂടുതൽ കാണുന്നു. എല്ലാ ഓർക്കിഡിലും കിക്കീസ് അധികം ഉണ്ടാവില്ല. അപൂർവം ചില ഇനങ്ങളിൽ മാത്രമാണ് കിക്കീസ് കൂടുതൽ ഉണ്ടാകുന്നത്. അത് ആ ചെടിയുടെ സ്വഭാവമാണ്. അല്ലെ പിന്നെ 19 മാത്രം ഉപയോഗിക്കുമ്പോൾ കിക്കീസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ വിഷയം തന്നെയാണത്. അപ്പോൾ അത് ഈ 19 കൊടുക്കുന്നത് നിർത്തുക അവിടെ വെച്ചിട്ട്, എന്നിട്ട് 13, 27 എന്നുള്ള കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിലുള്ള കിക്കീസ് ഉണ്ടാവുള്ളൂ. എന്നാലും ചില ചെടികൾക്ക് കിക്കീസ് ഉണ്ടാവാറുണ്ട്. അത് അപൂർവം മാത്രം ഉണ്ടാവുന്ന കാര്യമാണ്. എപ്സം സാൾട്ട് കൊടുത്താൽ പിന്നെ സൾഫർ വേറെ കൊടുക്കണമോ? എപ്സം സാൾട്ട് കൊടുത്താൽ സൾഫർ കൊടുക്കാം. എപ്സം സാൾട്ടിൽ 80% മെഗ്നീഷ്യവും 16% സൾഫറുള്ളൂ. അതുകൊണ്ട് സൾഫർ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഗ്രാം, ഒരു 15 ദിവസം കൂടുമ്പോൾ 2 ഗ്രാം സൾഫർ കൊടുക്കാവുന്നതാണ്. കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു മുക്കാറ ചെടിയുണ്ട്. 5 വർഷമായി അത് ഇതുവരെയും പൂത്തിയിട്ടില്ല. എന്താണ് കാരണം? ആ ചെടി ഇനിയും പൂക്കുമോ? ഒരു വിചിത്രമായ ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ പല ചെടികൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ കാര്യം ചെയ്യുക, ഒരു വടിയിട്ട് നല്ല അടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് തന്നെ വെക്കും. കാരണം വെച്ചാൽ നമ്മൾ പിള്ളേർ പറഞ്ഞ് കേൾക്കേണ്ടപ്പോൾ പിള്ളേർക്ക് അടി കൊടുക്കുന്നുണ്ടല്ലോ, എന്നാൽ ഒരു നല്ല അടി കൊടുത്തിട്ട് ആ ഇലകളിലൊക്കെ ഒരു പരുക്കുണ്ടാവട്ടെ. വേണമെങ്കിൽ അതിൻ്റെ 2 ഇലയുടെ താഴെയായിട്ട് കൂമ്പിൻ്റെ അവിടെ ഒന്ന് കൈ കൊണ്ട് ഒടിച്ചിട്ടാ. അങ്ങനെ വരുമ്പോൾ അത് 1 മാസം കൊണ്ട് പൂക്കും. അതിനൊരു കാരണമുണ്ട്. കാരണം ഇലകളിലൊക്കെ പരുക്ക് പറ്റി ഈ കൂമ്പ് കൊടിഞ്ഞു പോകുമ്പോൾ ആ പരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെടികളിലെല്ലാം ധാരാളം പട്ടാള ഇതുണ്ടല്ലോ, പട്ടാളം പ്രവർത്തിക്കണ മാതിരി വേഗതയിൽ പട്ടാള ചിട്ടയോടുകൂടി പ്രവർത്തിക്കും. അപ്പോൾ കൂടുതൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോൺ ഉൽപ്പാദനത്തിലാണ് ആ പൂവുണ്ടാകുന്നത്. അപ്പോൾ ഈ പരുക്കുകളും മാറും, പൂവുണ്ടാവും. പിന്നെ കൂമ്പ് ഒടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വേറെ 2 തൈ വേറെ മുളച്ച് വരും. ഇങ്ങനെ ചെയ്ത് വെക്കുക. 1 മാസം കൊണ്ട് നിങ്ങൾക്കത് പൂവുണ്ടാകും. ക്ലാസ് കഴിഞ്ഞിട്ടും എനിക്കൊരു സംശയം. പൂവുണ്ടാകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇത് കൊടുത്താൽ കുലകുത്തി പൂവുകളുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പൂവുണ്ടാകാൻ എന്താണ് കൊടുക്കേണ്ടത്? ശരിക്കും പൂവുണ്ടാവാൻ എന്താണ് ചെയ്യുന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചെടികൾ മെച്ചൂറായതിനു ശേഷമാണ് ശരിയായ പൂവ് വരുള്ളൂ. അതുവരെ നമ്മൾ കൊടുക്കേണ്ട ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ വളങ്ങളും പ്രയോഗിക്കുക. അങ്ങനെ ചെടി കരുത്തോട് ആരോഗ്യത്തോട് കൂടിയിട്ട് വളർന്നു കഴിഞ്ഞാൽ ചെടിയുടെ സ്വഭാവമാണ്, ചെടിയുടെ ധർമ്മമാണ്. ഏത് ചെടിയാണെങ്കിൽ അതിൻ്റെ പൂവുണ്ടാവും, അത് ചെടിയുടെ ധർമ്മമാണ്. അപ്പോൾ ചെടിയുടെ നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വളർത്തിയെടുക്കുക. ഈ പറഞ്ഞ പോഷക മൂലകങ്ങളും വൈറ്റമിനുകളും പ്രോട്ടീനുകളും കൊടുത്ത് ചെടികൾ വന്നു തന്നെ പൂവുണ്ടാവും. പിന്നെ കൊല കുത്തി പൂവുണ്ടാവുക എന്ന് പറഞ്ഞത് ഭാവനയാണ്, ഓരോരുത്തരുടെ ഭാവനയാണ്. അവർ ഒരു വളം പ്രയോഗിക്കുന്നു, അതിൽ ഒരു പക്ഷേ പൂവുണ്ടായി കാണും. അപ്പോൾ അതാണ് ശരിയെന്നുള്ള ധാരണ കൂടെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയം വിട്ടുകളെ, നിങ്ങൾ ചെടിയുടെ ആരോഗ്യത്തിന് നോക്കിയാൽ മതി. അത് പൂവുണ്ടാവുന്ന സമയത്ത് പൂവുണ്ടായിക്കോളും. ഫലനോപ്സിസിന് നനയ്ക്കുമ്പോൾ വെള്ളം ഇലയിൽ തട്ടുന്നത് കൊണ്ട് ദോഷമുണ്ടോ? പൂവുകളിലും വെള്ളം തട്ടുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ഫെലോപ്സിസിനല്ല, ഏത് ചെടിയിലും നനയ്ക്കുമ്പോൾ ഇലയിലും പൂമൂലൊക്കെ വെള്ളം തട്ടും. വളം കൊടുക്കുമ്പോൾ വളവും തട്ടും. ഇതുകൊണ്ട് പൂവിന് ഒരു കുഴപ്പമില്ല, ചെടിക്ക് ഒരു കുഴപ്പമില്ല. ഫെലോപ്സിസിനെ പറ്റി പലരും ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്. ഈ ഇലകളിൽ വെള്ളം തട്ടിയാൽ അവിടെ ഇല പഴുത്ത് പോവില്ല, ചീഞ്ഞ് പോവില്ല എന്ന് പറഞ്ഞു. ആ ചീച്ചൽ രോഗം വരുന്ന ഒരു രോഗമാണ്. ആ രോഗത്തിന് പ്രതിവിധി കൊടുക്കുന്നുണ്ട്. നനയ്ക്കുമ്പോൾ ആവശ്യത്തിന് നനയ്ക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇലമലും തട്ടും, പൂമൂലൊക്കെ തട്ടും. പൂമൂല് വെള്ളം തട്ടിയോണ്ട അല്ലെങ്കിൽ വളം തട്ടിയോണ്ട പൂവിനൊന്നും കേടാവില്ല, ഒരു സംഭവിക്കില്ല. നിങ്ങൾക്കൊരു ഭയപ്പാടും വേണ്ട. ഞാനൊരു ചെടി മേടിച്ചപ്പോൾ പൂവുണ്ടായിരുന്നു. പക്ഷേ വർഷം പലതു കഴിഞ്ഞു, പിന്നീട് അതിൽ പൂവൊന്നും ഉണ്ടായില്ല. അതിൻ്റെ കുല താഴോട്ടാണ് കിടന്നിരുന്നത്. ചെടിയുടെ പേരെനിക്കറിയില്ല. അത് ഇനിയും പൂക്കുമോ? അത് അങ്ങനത്തെ ഒരു ചെടിയുണ്ട്. അത് കൊല കീഴ്പ്പെട്ട് കിടക്കുന്നത് ഒന്നുമില്ല സ്കുറിൽ ടൈലാവും അല്ലെങ്കിൽ ഫോക്സ് ടൈലാവും. ഈ ചെടികൾ വൈൽഡ് വിഭാഗത്തിൽപ്പെട്ടുള്ളതാണ്. വർഷത്തിൽ 1 പ്രാവശ്യം പൂക്കുള്ളൂ, 1 മാസം അങ്ങനെ പൂ നിൽക്കുള്ളൂ. അങ്ങനെ ചെടികൾ സംഭവിക്കുന്നുണ്ട്, പൂക്കാതെ വരുന്നുണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ ചെടീനെ നന്നായി പൊതിയുക. കടലാസിൽ നന്നായി പൊതിഞ്ഞിട്ട് ഒരു
ഇരുട്ടുള്ള മുറി, വെളിച്ചില്ലാത്ത ഭാഗത്ത് ഒരു 10-15 ദിവസം അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഒരു 15 ദിവസം കഴിഞ്ഞാൽ 12 ദിവസം കഴിഞ്ഞാലും നോക്കാം. 12 ദിവസം 15 ദിവസം വരെ ആ ചെടിയിൽ വയ്ക്കുക ഇരുട്ടത്ത്. ഇത് വെളിച്ചം അവിടേക്ക് കിടക്കരുത്. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ബഡ് അതിൽ പൂവിൻ്റെ മുട്ട് കാണാം. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അങ്ങനെ ഒന്ന് പ്രയോഗിച്ച് നോക്ക്, അത് ചെടി പിന്നെ പൂത്തോളും. ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്നു, പരിഹാരം പറഞ്ഞു തരാമോ? ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്ന ഒരു രോഗമാണ്. അത് ആ രോഗത്തിന് പേര് പറയാം ഡൗണി മിൽഡ്യൂ എന്നാണ്. ഇലകൾ താഴ്ത്തുന്ന 2 ഇല പഴുത്തു, അത് കൊഴിഞ്ഞു പോകാറാകുമ്പോഴേക്കും അടുത്ത 2 ഇല കൊഴിഞ്ഞു പോയി. ഇതാണ് സംഭവിക്കുന്നത്. അതിന് മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുക്കുന്നത് അമിസ്റ്റാർ അല്ലെങ്കിൽ സ്കാൻ എന്ന മരുന്നൊക്കെയാണ് ഇപ്പോൾ വിപണിയിൽ നല്ലതായിട്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും വേറെ ചില കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ആസോസ്കിസ്ട്രോബിനും ഡൈഫൻ കോണസോളും ചേർന്നാണ് ഈ മരുന്ന് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഈ രോഗമുള്ള സമയത്താണ് 4 ദിവസത്തിലൊരിക്കൽ കൊടുക്കുക. 4 ദിവസത്തിലൊരിക്കൽ കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്ത് പിന്നെ ആഴ്ചയിലൊരു തവണ, അങ്ങനെ 3 തവണ കഴിഞ്ഞാൽ 10-ാം ദിവസം വേണ്ട ഒന്നുകൂടി. അപ്പോഴേക്കും നിങ്ങളുടെ ഇലകളൊക്കെ പഴുത്ത ഇലകളൊക്കെ തന്നെത്താൻ കൊഴിഞ്ഞു പോകും. നിങ്ങൾ മുറിച്ച് കളയൊന്നും വേണ്ട, തന്നെത്താൻ കൊഴിഞ്ഞു പോയി ഇനി പുതിയ ഇലകൾ വരും. പിന്നെ ബാക്കിയുള്ള മരുന്ന് അടച്ച് മൂടി എവിടെയെങ്കിലും വെയിലത്ത് വയ്ക്കരുത്. ആവശ്യം വരെ ഉപയോഗിക്കുക. ഈ മരുന്ന് കേടാകുമ്പോൾ ഇത് കട്ടയാവും. അതിനകത്ത് എക്സ്പയറി ഡേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഈ മരുന്ന് കേടാകുമ്പോൾ അത് കട്ട ഉപയോഗിക്കാൻ കിട്ടില്ല. അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുക. മരുന്ന് ചിലപ്പം വില കൂടുതലുള്ള മരുന്നാണ്. അപ്പോൾ എടുത്തു വെച്ചാൽ വീണ്ടും ഉപയോഗിക്കാം. ഓർക്കിഡിലെ ഉറുമ്പ് പോകാൻ എന്ത് ചെയ്യണം? ഓർക്കിഡിലെ ഉറുമ്പ് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഉറുമ്പ് വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറുമ്പ് ഈ മീല് ബഗ്ഗിനെ എടുത്തുകൊണ്ടിരും. മീല് ബഗ്ഗിനെ എടുത്തുകൊണ്ടിരുന്ന അവർക്ക് ഭക്ഷണമാക്കാനാണ്. മീല് ബഗ്ഗിനെ കൊണ്ടുവന്നിട്ട് ചെടികളിലൊക്കെ കൊണ്ടുവന്നിട്ട് എവിടെയും കൊണ്ട് പിടിപ്പിക്കും. ആ മീല് ബഗ് അവിടെ നിന്ന് വലുതായി അത് ദോഷം ചെയ്യും. അപ്പോൾ ഉറുമ്പിനെ കണ്ടാൽ നിങ്ങൾ മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ. അതിന് വേണ്ടിയൊരു മരുന്ന് ഞാൻ പറയാം. പെഗാസസ് എന്ന് പറഞ്ഞൊരു മരുന്ന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതിന് മോളിക്യൂൾ വന്നിട്ട് അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് ഡൈഫെന്തിയൂറോൺ. ഇത് ഉറുമ്പ് മാത്രമല്ല, റെഡ് സ്പൈഡർ ചുവന്നിട്ട് അരി ഉണ്ടല്ലോ, അത് ചട്ടിയിലൊക്കെ ഇരുന്നിട്ട് വല വയ്ക്കും. വല വയ്ക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് വേരുകളിലെ നീരൊക്കെ ഊറ്റി കുടിക്കും. അങ്ങനെ ചെടികളൊക്കെ എന്ത് ചെയ്താലും നന്നാവില്ല. വേരുകളൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് പോകുന്ന സ്വഭാവമുണ്ട്. പിന്നെ വെള്ളീച്ച, ഉറുമ്പ്. ഇത് കൂടാണ്ട് ഈ വേറെ സാധനം പറഞ്ഞില്ലേ, ഇലയുടെ മുകളിൽ താഴത്തേക്ക് ചാരം വിതറിമാർ, പൗഡർ വിതറിമാർ വരില്ലേ, പൗഡർ മിൽഡ് എന്ന് പറഞ്ഞ് ഇത്ര രോഗങ്ങളൊക്കെ അതിൽ മാറും. ആ മരുന്നിൻ്റെ പേര് പെഗാസസ്. അത് നിങ്ങളൊരു 1.5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1.5 ഗ്രാം എടുത്ത് കൊടുത്തോളൂ. 1-2 പ്രാവശ്യം കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ രോഗം അവിടെ നിന്ന് മാറിയെന്ന് വരും. ഈ ഇതും പോയിന്ന് വരും, ഉറുമ്പും പോയിന്ന് വരും. പക്ഷേ കളറ് മാറില്ല. ഇലയിലത്തെ കളർ അവിടെ തന്നെ പിടിച്ചു വെക്കും. ഇനി അടുത്ത ഇലകൾക്ക് അത് വരില്ല. അത്ര തന്നെ. തണ്ടിൽ പുഴു കയറുന്നത് തടയാൻ എന്ത് ചെയ്യണം? തണ്ടിൽ പുഴു വരുന്നത് സാധാരണ തണ്ടിൽ പൂങ്കുലയിലൊക്കെ പുഴു വരാറുണ്ട് ചില സമയത്ത്. അതിന് ഏതെങ്കിലും കീടനാശിനി കൊടുത്താൽ മതി. ഏത് കീടനാശിനി കൊടുത്താലും പുഴു വെക്കോളും. കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഏതെങ്കിലും കീടനാശിനി നമ്മൾ എടുത്താൽ മതി. ആ കീടനാശിനി മേടിക്കുമ്പോൾ അതിൻ്റെ ഡോസ് എത്രയാണെന്നുള്ള ആ കടക്കാരൻ പറഞ്ഞു തരും. അതുമാതിരി പ്രവർത്തിച്ചോളൂ. മുട്ട് വന്നിട്ട് കരിഞ്ഞു പോകുന്നു, എന്തുകൊണ്ടാണ്? മുട്ട് കരിഞ്ഞു പോകുന്നു. അത് സാധാരണ എല്ലായിടത്തും കാണുന്നുണ്ട്. എവിടെ വർക്കിടുണ്ടോ അവിടെ മുട്ട് കരിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. മുട്ട് കരിഞ്ഞു പോകാൻ പല കാരണങ്ങൾ കൊണ്ടാണ് മുട്ട് കരിഞ്ഞു പോകുന്നത്. പ്രധാനമായിട്ട് ബോറോണിൻ്റെ കുറവുകൊണ്ട് മുട്ട് കരിയാൻ സാധ്യതയുണ്ട്. എന്നാൽ മുട്ട് ഒരുവിധം മുട്ട് മൂക്കാറായി കണ്ടാൽ പിന്നെ കേടാവാൻ സാധ്യതയില്ല. പിന്നെ കേടാവുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, പുഴു വന്നിട്ട് കുത്തിയിട്ട് അല്ലെങ്കിൽ ഷൽപ്പതങ്ങൾ വന്നിട്ട് കുത്തും. അതിൽ നമ്മുടെ ഇവരുണ്ടല്ലോ ചിത്രശലഭം, അവർ മോശക്കാരൊന്നല്ല, അവരും കുത്തും. പിന്നെ അതേമാതിരിയുള്ള വെളുത്തിട്ടും മഞ്ഞയിലും കറുത്തിട്ടൊക്കെ ഉള്ള ഷർക്കങ്ങളുണ്ട്. ഇവർ വന്ന് നീരൂറ്റും. അങ്ങനെയും മുട്ട് കരിഞ്ഞ് പോകുന്നുണ്ട്. നീരൂറ്റി കഴിഞ്ഞ് നൂര് പോകുന്നുണ്ട്. ചിത്രശലഭം വന്ന് കുത്തിയിട്ട് മുട്ട് കുത്തിയിട്ട് അവനിരുന്നിട്ട് അത് കുത്തിയിട്ട് അതിൽ ഒന്നും കിട്ടില്ല, അടുത്ത മുട്ടുമിളിക്ക് കയറും.
അപ്പോൾ മൂത്ത വിരിയാറായ മുട്ടിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിന് മരുന്ന് കൊടുക്കണം. സാധാരണ മരുന്ന് കൊടുത്തുകൊണ്ട് ഫലപ്രദമാവില്ല, 50% മേലെ കിട്ടില്ല. അതേപോലെ സാധാരണ കൊടുക്കുന്നത് ട്രംപ്, ജമ്പ്, റുപ്പി എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 50% ഒക്കെ കിട്ടും. പക്ഷെ 100% കിട്ടണമെങ്കിൽ ഇവ 3 ആക്രമണം ഉണ്ടാകുന്നത്. മൈറ്റ്സിൻ്റെ ആക്രമണമുണ്ട്, ശൽക്കങ്ങളെ ആക്രമണമുണ്ട്, പുഴുവിൻ്റെ ആക്രമണമുണ്ട്. ഈ 3 എണ്ണത്തിനും തുരത്തിയാൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ടും കൊല വിരിഞ്ഞു വരുള്ളൂ. അപ്പോൾ കൊല വരാറായി നിൽക്കുന്ന സമയത്ത്, അതായത് കൊല കിടിക്കുന്ന സമയം തൊട്ട് നമ്മൾ മരുന്ന് കൊടുക്കണം. ആ മരുന്ന് കൊടുക്കുന്നത് നമ്മൾ ഓബ്രോൺ എടുക്കണം. ഓബ്രോൺ 1.5 ml 1 ലിറ്റർ വെള്ളം, അതിലേക്ക് കിട്ടാക്കാട്ട 1 ഗ്രാം കിട്ടാക്കാട്ട, അതിൽ കൂടെ തന്നെ 1 ഗ്രാം കാപ്പ് കടീസ് ഇത് ചേർത്ത് നിങ്ങൾ കൊടുക്കുക. കൊടുക്കുമ്പോൾ ഒരു 6 മണിയോട് കൂടിയിട്ട് 6 മണി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. കാരണം സന്ധ്യ ആവണ നേരത്തെ ഇവരൊക്കെ ഇലമേലേക്ക് വരുള്ളൂ. ഇവരൊക്കെ ഇലമേൽ വന്നിട്ട് ഇലമേൽ ഇരുന്ന് അവിടുത്തെ നീരൂറ്റ മാത്രമല്ല, അവരവിടെ നിന്ന് മുട്ടിടുകയും ചെയ്യും. ഈ മുട്ട കുറേ കഴിയുമ്പോൾ അത് വിരിഞ്ഞിട്ട് ലാർവ പൂപ്പൊക്കെ ആവും. അപ്പോൾ അവരവിടെ തന്നെ ഇരുന്നിട്ട് അപ്പോൾ മുട്ടി കിടിച്ച് വരുന്ന നേരമായിരിക്കും. അവിടെ ഇരുന്നിട്ട് അവിടുത്തെ നീരൂറ്റണം, മുട്ടിലത്തെ നീരൂറ്റണം. അങ്ങനെയാണത്. മുട്ട പുറത്ത് വരുമ്പോൾ മുട്ടൊക്കെ കാണാൻ പറ്റും, പക്ഷെ ഒറ്റണം വിരിയില്ല. അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ 3 മരുന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും വിജയിക്കും. അപ്പോൾ മുട്ടി കിളിച്ച് വരണേൻ്റെ, അതായത് 1 ഇഞ്ച് പുറത്തേക്ക് വരണേൻ്റെ മുന്നേ ആയിട്ട് നമ്മളത് കൊടുത്തിരിക്കണം. കൊടുക്കുമ്പോൾ 5 പൊക്കമായിട്ട് മരുന്ന് തെറ്റാതെ കൊടുത്താലാണ് ഇവരെ പൂർണ്ണമായിട്ട് അകറ്റാൻ പറ്റുള്ളൂ. ആദ്യ പ്രാവശ്യം കൊടുക്കുമ്പോൾ നമ്മൾ തറയിൽ, ഈ ചെടി ഇരിക്കുന്നതിൻ്റെ തടയിലും എല്ലാ ഭാഗത്തും അടിക്കണം. കാരണം ഇതിൻ്റെ മുട്ടകളൊക്കെ താഴ്ത്തും ഇങ്ങനെ കിടക്കേണ്ടായിരിക്കും. അത് പോകാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞ് 1 പ്രാവശ്യം കൊണ്ട് ചെടികൾക്ക് മാത്രം കൊടുത്താൽ പോരാ, താഴ്ത്തും പരിസരത്തൊക്കെ അടിക്കണം. പിന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾ പൂ വരാറായ ചെടി മാത്രം മാറ്റി വെച്ചിട്ട് ഒരു ഭാഗത്ത് മാറ്റിച്ച് അതിൻ്റെ മേൽഭാഗത്ത് കൂടെ കൂമ്പിലേക്ക് അല്ലെങ്കിൽ മുട്ട് വരുന്ന ഭാഗത്തേക്ക് തട്ടത്തക്കത്തിൽ മരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇതിൽ വിജയിക്കും. കാണാം. ബോറോൺ എത്ര ദിവസത്തിൽ കൊടുക്കാം? ബോറോൺ 15 ദിവസത്തിൽ 1 പ്രാവശ്യം കൊടുത്താൽ മതി. 1 ml 1 ലിറ്റർ വെള്ളം തോതിൽ കൊടുത്താൽ മതി. ബോറോൺ ആവശ്യമാണ്, കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ദോഷം പലതുണ്ട് കേട്ടോ. അതുകൊണ്ട് ബോറോൺ 1 ml ചെടി നന്നാവട്ടെ വിചാരിച്ചിട്ട് ബോറോൺ കൂടുതൽ കൊടുക്കരുത്. ഒരു കാരണവശാലും ബോറോൺ കൂടുതൽ കൊടുക്കരുത്. 1 ml 1 ലിറ്റർ വെള്ളം എന്ന വിധത്തിൽ മാസത്തിൽ 2 തവണ, അത്ര തന്നെ. എപ്സം സാൾട്ട് എത്ര ദിവസം കൂടുമ്പോൾ എത്ര അളവിൽ കൊടുക്കാം? വിശദമാക്കാമോ? എപ്സം സാൾട്ട് എത്ര ദിവസം കൂടുമ്പോൾ കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എപ്സം സാൾട്ട് 4 ദിവസത്തിലൊരിക്കൽ, അത് NPK കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 1 നുള്ളെടുക്കാൻ പാടുള്ളൂ. 1 നുള്ളിൽ കൂടെ അല്പം കൂടരുത്. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. എപ്സം സാൾട്ട് നല്ലതൊക്കെ തന്നെയാണ്, വളരെ നല്ലതാണ്. ഇത് കൂടിക്കഴിഞ്ഞിട്ട് കൂമ്പല ഉണങ്ങിപ്പോകുന്നതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂമ്പ് മാത്രമല്ല, ചെടിയുടെ വരുന്ന പൂങ്കൊലയ്ക്കും അത് കൊലയും ചെറുതാവും, പൂവും ചെറുതാവും. അപ്പോൾ അത് നിങ്ങൾ 4-ാം ദിവസം NPK കൊടുത്തോളൂ. 1 നുള്ള് 1 ലിറ്റർ വെള്ളം, അതിൽ കൂടെ അത്രയും കൊടുത്താൽ മതി. ഞാൻ അത്രയും പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറയുന്നത് കൂടാണ്ട് ഈ കടകളിൽ നിന്നൊക്കെ മൈക്രോ ന്യൂട്രനൊക്കെ മേടിച്ച് കൊടുക്കും. അത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുമ്പോൾ അത് മേടിക്കും. അത് മേടിച്ച് അത് കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും അത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഈ 2 ദിവസം വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കൂടുതലായി പോകുന്നു. അതുകൊണ്ട് ഈ പറയുന്നത് 1 നുള്ളെടുത്താൽ മതി. അത് തെറ്റാതെ എല്ലാ 4-ാം ദിവസം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തുകൊണ്ട് ഈ ചെടിക്ക് ദോഷം ഉണ്ടാവില്ല. നിങ്ങളുടെ ആവശ്യമുള്ള എപ്സം സാൾട്ട് അതിലുണ്ട്, അത്ര തന്നെ. അപ്പോഴേ തുടക്കത്തിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാറുണ്ട്, രജിത ബാലു ആണെന്നൊക്കെ പറയാറുണ്ട്. നല്ല പനിയൊക്കെ ആയിട്ട് ഒരു 4-5 ദിവസമായിട്ട് റെസ്റ്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും വൈകിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്തായാലും രജിത ബാലു എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാം, രജിത ബാലു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം എനിക്കും മെസ്സേജ് ചെയ്യാറുണ്ട്. സന്തോഷം. അപ്പോഴേ ഇപ്പോഴും ശബ്ദം ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ബാച്ച് ക്ലാസ്സിൻ്റെ വീഡിയോ ഇന്നത്തോട് കൂടിയിട്ട് പൂർണ്ണമാവാണ്. അതിൻ്റെ ഇടയിൽ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള എല്ലാവരുടെയും ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഓരോ സെഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് ഇതുപോലെ കണ്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്തായാലും
എന്തായാലും എത്രയും പെട്ടെന്ന് ലൈവായിട്ടെങ്കിലും വരണം. അപ്പോൾ ക്ലാസ്സിൽ എന്ന പോലെ ലൈവായാലും ചോദിക്കാമല്ലോ മോഹനേട്ടനോട്. അങ്ങനെയൊക്കെ പ്ലാനുകളുണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.